ഞങ്ങൾ കണക്കറാവ് പോയിട്ടുണ്ടായിരുന്നേ. ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് അത്ര ഈ വെള്ളരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഇതെന്ത് സംഭവം, എവിടെയാണ് ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വഴിപാടിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനും കൂടെ പോയിട്ടോ. പിന്നെ അമ്പലത്തേക്ക് ഞാൻ ഇതുവരെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. ഞാൻ പുറത്ത് പൂരത്തിന് പോയിട്ടുണ്ടെന്നല്ലാണ്ട് അകത്തേക്കൊന്നും കയറുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതിനും സാധിച്ചു. അപ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അത് നോക്കിക്കോട്ടോ. പിറ്റേ ദിവസം എന്തോ പരിപാടിക്കുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തിരുമേനി എന്ന് പറഞ്ഞത് ഇങ്ങനെ വിളക്ക് കത്തിക്കാണ്ട് കത്തിച്ചോളം പറഞ്ഞു. അപ്പോൾ അമ്മ കത്തിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനും കത്തിക്കും, ഡിക്ക് വേണം പറഞ്ഞിട്ട് ഞാനും ചെന്നു. അങ്ങനെ ചെല്ലും പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അതായത് വെള്ളരീൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ സംഭവമൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കിയിരുന്നു. പിന്നെ വെളിച്ചപ്പാടം അടുത്ത് ഒരു കാര്യങ്ങളൊക്കെ പറയണമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങുമ്പോൾ നല്ല വെയിലട്ടോ. പ്രസാദം പായസമൊക്കെ ഉണ്ട്. അപ്പോൾ പായസം ഒക്കെ കാണിക്കട്ടെ ഞാൻ. അപ്പോൾ അമ്മ ഇതാ അച്ഛന് കൂരിയൊക്കെ തൊട്ട് കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളിതാ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇവരനെ അങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് ഇവരനെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവർ നടക്കണതും വേറെന്താ കാട്ടുന്നതൊന്നും ആൾക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ചെടി കണ്ടത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അങ്ങനെ വിചാരിച്ചു. ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ബസ് വന്നത്. അങ്ങനെ ബസ് കയറിയിട്ട് എന്താ ഞാനമ്മ ഒരു സീറ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയൊന്ന് ചെന്നിറങ്ങി. അപ്പോഴാണ് ഇങ്ങനെ വിശപ്പ് ഉണ്ടായത്, അതിൻ്റെ വിളി വന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. പപ്സും ചായയായിട്ട് കുടിച്ചപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ ഇതാ ചോക്ലേറ്റ് നോക്കുക, ഏതാ വേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ അതാ ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് അങ്ങനെ അത് വാങ്ങി. അപ്പോൾ ഞങ്ങളടുക്കുള്ള ബസ് ഇതാ വന്നു. ബസ് കയറി. അതപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നല്ല പാട്ടിട്ടതിൽ കുറച്ച് നല്ല പാട്ട് നമ്മളതിനെ കേട്ട് ഇങ്ങനെ എനിക്കിപ്പം തന്നെ ഇറങ്ങണ്ടെന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ പാട്ട് കേൾക്കട്ടെ, നല്ല പാട്ട്. ബസ്സിന്ന് ഇറങ്ങിട്ടോ ഈ റോഡിന് നമ്മൾ വീട്ടിൽ പോവാം. ഈ കാണുന്നത് തറവാടാണ്. വീട്ടിലേക്ക് എത്തിയ പാട്ട് തന്നെ ആദ്യം പോയി കഴിച്ചത് കൊടുന്ന പായസം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. ഞാനും അമ്മയും കഴിച്ചു, അച്ഛൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല.